എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസേഴ്സ് സാധാരണക്കാരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ 2-3 ദിവസത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം അല്ലേ? അല്ലാതെ ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ പോയ അതിൻ്റെ കുറച്ച് സീക്വൻസ് സ്ലോ മോഷനിലാക്കി ഒരു ഷോർട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ആകുമോ? എനിക്കറിയത്തില്ല. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പേര് പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തോ ഫസി സംതിങ് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയുണ്ടായി. വിവാഹത്തിനെ സംബന്ധിച്ച് ഉള്ള വീഡിയോയുടെ തലക്കെട്ടെന്ന് പറയുന്നത് മിക്ക വ്ലോഗിലും ഞാൻ കണ്ടൊരു സംഭവം, ചതിച്ച് നടത്തിയ പറ്റിച്ച് കല്യാണം നടത്തി എന്നുള്ള രീതിയിൽ. ഈ ഒരു തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയേ. ഈ പെൺകുട്ടി ഇനി ആരെയാണോ പറ്റിച്ചത്? അപ്പം നോക്കുമ്പം ഈ പെൺകുട്ടി പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയും ഈ ഓൺലൈൻ ഗെയിമിംഗ് ആണെന്ന് തോന്നുന്നു. അതായത് പൈസ ഇറക്കി കഴിഞ്ഞാൽ ഇരട്ടി പൈസ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി പബ്ലിക്കിലേക്ക് ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പം വെറുതെ അങ്ങ് പറയല്ലേ. ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഓൺലൈൻ ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ 500 ഇട്ട് എനിക്ക് 5000 രൂപ തിരിച്ചു കിട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ പ്രൊമോഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതവുമായി ചേർത്ത് നിർത്തുന്ന രീതിയിലാണ് പ്രൊമോഷൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഒരു ഓൺലൈൻ ഗെയിം, അതായത് ഒരു ഗാംബ്ലിംഗ് പോലെയുള്ള പൈസ ഇട്ടുകൊടുത്ത് ഒരുപാട് പൈസ നേടാം എന്നുള്ള മോഹന വാഗ്ദാനം കൊടുത്ത് ആളുകളെ ചതിയിലാക്കുന്ന എ ടൈപ്പ് ഓഫ് ഗെയിമിംഗ്, അതിൻ്റെ പ്രൊമോഷനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവളുടെ വിവാഹത്തിന് 4 ദിവസം മുന്നേ ആണ്. അപ്പം വിവാഹത്തിൻ്റെ ഷോപ്പിംഗ് പർച്ചേസസ് നടക്കുകയാണ്. ഭയങ്കര തിരക്കാണ്, ഹെക്ടിക് ആയിട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ എല്ലാം നടന്നു, എല്ലാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം കാണിക്കുന്ന ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ATM കൗണ്ടറിലേക്ക് കയറിയാണ്. എന്നിട്ട് കൈ നിറയെ പൈസയായിട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ വിചാരിച്ച് കാണും എൻ്റെ കല്യാണത്തിനുള്ള പൈസയൊക്കെ എവിടെ നിന്ന്, എനിക്ക് ഈ ഒരു ഗെയിമിൽ നിന്നാണ് ഞാൻ ഇത്ര ഏൺ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, അവളുടെ വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥമായ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഈ ഒരു സംഭവം കൂടെ അറ്റാച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇത് തന്നെയാണെന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ പെൺകുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഇതിൽ എടുക്കേണ്ട ഒരു നടപടിയോ ഒരു ഫെർദർ സ്റ്റെപ്പോ ഒന്നും നമ്മൾ ഇങ്ങനെ ഇരുന്ന് വളവള പറയുന്നതുകൊണ്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊക്കെ കല്യാൺ സിൽക്സ് അല്ലെങ്കിൽ പോത്തീസ്, ഇനി ആണുങ്ങളുടെ പറയുകയാണെങ്കിൽ ലൂയി ഫിലിപ്പ്, ആരോസ്, ഇതുപോലെയുള്ള ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഒരാഴ്ചക്കുള്ളിൽ ഇതിലെന്തോ ഒരു ഡാമേജ് ഉണ്ടായി. നമ്മൾ നേരെ ചെന്ന് ബന്ധപ്പെടാൻ നോക്കുന്നത്, അതായത് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ പരസ്യത്തിൽ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന മോഡലിനെ. ഇപ്പോൾ കല്യാൺ സിൽക്സിൽ നിങ്ങൾ സാരി വാങ്ങിച്ച ഡാമേജ് ആയിട്ട് നിങ്ങൾ നേരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പൃഥ്വിരാജിനെയാണോ? അല്ല. പൃഥ്വിരാജ് അവിടെ ഒരു മോഡലാണ്, മീഡിയേറ്റർ ആണ്, മാർക്കറ്റിംഗ്. അതായത് ഈ മാനുഫാക്ചേഴ്സിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു താരം മാത്രമാണ്, ഒരു മോഡൽ മാത്രമാണ് പൃഥ്വിരാജ്. അല്ലെങ്കിൽ അംബാസിഡർ ആയിരിക്കാം, പക്ഷേ ഈ അഡ്വർടൈസ്മെന്റ് പറയുന്നത് കൊണ്ട് പുള്ളി അവിടെ ഒരു മോഡൽ മാത്രമായി. അപ്പോൾ ഈ ഡാമേജ് വന്ന തുണിയും കൊണ്ട് നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? നമ്മൾ നേരെ ആ ഫ്ലോറിലേക്കാണ് ചെല്ലുന്നത്. ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഫ്ലോർ മാനേജേഴ്സോ ഉണ്ടായിരിക്കും. അവരായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് തരുന്നത്. ഒന്നുകിൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് തരികയോ ഒക്കെ ചെയ്യുന്നത്, റീഫണ്ട് ചെയ്ത് തരികയോ ഒക്കെ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ലൂയി ഫിലിപ്പിന്റെ ആണെങ്കിലും നമ്മൾ ആ ലൂയി ഫിലിപ്പിന്റെ അഡ്വർടൈസ്മെന്റിൽ പരസ്യത്തിൽ കാണുന്ന ഫോറിനർ ആയിട്ടുള്ള മനുഷ്യനെ തപ്പി കോണ്ടാക്ട് നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് തുണി ഡാമേജ് ആയിപ്പോയി എന്ന് പറയുമോ? ഇല്ല. ലൂയി ഫിലിപ്പിന്റെ ഏതെങ്കിലും, ആരോസിന്റെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ചെല്ലും, അവിടെയുള്ള ഫ്ലോർ മാനേജറിനോട് നമ്മൾ കാര്യം പറയും. അപ്പം ആ ഒരു സംഭവത്തിൽ ഈ പരസ്യങ്ങൾ നൽകുന്ന ആളുകളെ സേഫ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അവർക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അവർ ഈ ഉടമസ്ഥർ പറയുന്ന, അതായത് മാനുഫാക്ചേഴ്സ് പറയുന്ന രീതിയിൽ പരസ്യങ്ങൾ കൊടുക്കുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇവരെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ കണ്ണിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരെക്കാൾ കൂടുതൽ ഉടമസ്ഥം ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പറയുന്ന ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ പറയാം കേട്ടോ. 1-2 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇൻഫ്ലുവൻസറാണ്, വ്ലോഗറാണ്, കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്നു, കോളിളക്കം സൃഷ്ടിച്ച പെൺകുട്ടിയാണ്. അപ്പം അവളൊരു വൈറ്റനിങ് ക്രീമിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം 2 പെൺകുട്ടികൾക്ക് കിഡ്നി ഡാമേജ് ആവുകയും അതിനുള്ള യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നതാണ് എന്നുള്ള കണ്ടെത്തലുകൾ
പുറത്തേക്ക് വരികയും ചെയ്തു വാർത്തയുടെ രൂപത്തിൽ. അപ്പോൾ തന്നെ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്ത പെൺകുട്ടിക്ക് നേരെ ഭയങ്കര രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തു. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ കുറ്റക്കാരല്ല. കാരണം 2 പെൺകുട്ടികളുടെ കിഡ്നി ഡാമേജ് ആയി. റീസൺ ഇതാണ്. അപ്പോൾ ഈ ക്രീമുമായി ബന്ധപ്പെട്ട് ഒരു മുഖമേ ഇവർക്ക് അറിയത്തുള്ളൂ, കുറ്റപ്പെടുന്നവർക്ക് അറിയത്തുള്ളൂ. അതായത് ഈ പ്രൊമോഷൻ ചെയ്ത പെൺകുട്ടി. ഇതുപോലെ തന്നെയാണ് ഈ ഫസി എന്ന് പറയുന്ന പെൺകുട്ടി. ഫേക്ക് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഇട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെടുത്തുന്നു. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് ഈ പെൺകുട്ടി പറയുന്ന എന്ത് കാര്യങ്ങളും വെള്ളം തൊടാതെ ചിലപ്പം വിഴുങ്ങി എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? കൂടിപ്പോയാൽ ഇതുപോലെയുള്ള സൈബർ അറ്റാക്കുകൾ. ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളുടെ ബിഗ് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം കല്യാണം. ആ കല്യാണത്തിന് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളുടെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ പറ്റിച്ചു കല്യാണം നടത്തി. ആ പെൺകുട്ടി പിന്നെ ഒന്നിനെക്കുറിച്ചും ബോധടാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ എഫക്റ്റ് ആവുന്ന ആളാണെന്ന് തോന്നുന്നില്ല. പക്ഷേ മറ്റേതെങ്കിലും ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് തളർന്നു പോയെന്നിരിക്കും. കാരണം അവളുടെ ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രം നടക്കണമെന്ന ആഗ്രഹമുള്ള ആ ഒരു ദിനത്തിൽ വന്ന വാർത്തകളുടെ തലക്കെട്ട് പറ്റിച്ച് വിവാഹം നടത്തി എന്നുള്ളതാണ്. കാരണം ഇത് മാത്രമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുറ്റക്കാർ എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവരല്ല, നമ്മൾ മാത്രമാണ്. ഇപ്പം ഈ പെൺകുട്ടി പറയുന്ന ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇൻസ്റ്റോൾ ചെയ്ത് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 500 രൂപ ഇട്ടു, എനിക്ക് കിട്ടുന്നില്ല. വീണ്ടും ഞാൻ 1000 രൂപ ഇട്ടു, 10,000 രൂപ ഇട്ടു, 20,000 രൂപ ഇട്ടു. ഒരു 30,000 രൂപ എത്തുമ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ നിന്നും പൈസ തീർന്നുകൊണ്ടിരിക്കുക. ഈ സംഭവം ഫേക്കാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് എൻ്റെ മാത്രം പ്രശ്നമാണ്. അല്ലാതെ ആ പെൺകുട്ടി അത് പറഞ്ഞല്ലോ, ഫസി അത് പറഞ്ഞു, 1,00,000 രൂപ ഇട്ടാലും തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് എവിടുന്ന് വന്നു? ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? ഈ പെൺകുട്ടിയുടെ ചുറ്റുപാടുകൾ വല്ലതും അറിയാമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പരിധി വിട്ട് പൈസ ഇറങ്ങിക്കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുന്നേക്ക് എന്തോരം വാർത്തകളായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേരൊക്കെയാണ് ഹാങ്ങിങ് ഡെത്ത് നടത്തിയത്. കാരണം ഇതുപോലെയുള്ള ഗെയിം പ്ലാറ്റ്ഫോമിൽ പൈസ ഇറക്കുക, കയ്യിലുള്ള സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഓൺലൈൻ ലോൺ എടുക്കുക, അവസാനം അത് കൂട്ടമരണത്തിലേക്ക് വഴിമാറിക്കൊടുക്കുന്നു അല്ലേ? വലിയൊരു ദുരന്തം. ഇത് ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടതും വഹിക്കേണ്ടതും പ്രായമായ മാതാപിതാക്കളും മറ്റ് കുടുംബക്കാരും ഒക്കെ ആയിരിക്കും അല്ലെ? അതിനൊക്കെ അപ്പുറത്തേക്ക് 4 ജീവനുകൾ പൊലിയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അപകടകരമായ ഘട്ടത്തിലേക്ക് പോലും ഈ ഓൺലൈൻ ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആളുകളെ കൊണ്ട് എത്തിക്കാറുണ്ട്. അപ്പം അത് എത്ര കണ്ടിട്ടും മനസ്സിലാക്കാതെ വീണ്ടും കയ്യിൽ ഇനി അവസാനം 10 രൂപയേ ഉള്ളൂവെങ്കിലും ഈ ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ട് ആ 10 രൂപയും ഇട്ട് കൊടുക്കുന്ന നിങ്ങളാണ് ഇവിടെ തെറ്റുകാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉള്ളതാണെങ്കിൽ അധികം നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ പൈസ ഇറങ്ങാത്ത രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെങ്കിൽ, എത്ര വലിയ ഇൻഫ്ലുവൻസർ ആണ്, എത്ര വലിയ ഫാമിലി വ്ളോഗർ ആണെങ്കിലും നിങ്ങൾ ആ പറയുന്നത് ചെവിക്കൊള്ളാതിരിക്കുക. കാരണം അവർക്ക് കൂടിപ്പോയാൽ ഒരു സൈബർ അറ്റാക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. സൈബർ അറ്റാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതങ്ങോട്ട് കിട്ടുന്ന സമയത്ത് ഇവർ എയറിലായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇത് മറക്കുക ചെയ്യുന്നത്. അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ ഇവരൊരു അടിപൊളി വീഡിയോ, അങ്ങോട്ടൊരു കോണ്ടന്റ് ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കുത്തി പറഞ്ഞവരെല്ലാം ഇവരെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളും കുറച്ച് സുഖകരമല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എന്നും പൈസ ഇറക്കി ഇവർ പറയുന്ന വിവരക്കേടിന് കൂട്ടുനിൽക്കുന്നവർ തന്നെയായിരിക്കും തെറ്റുകാർ എന്ന് പറയുന്നത്. അപ്പോൾ അറിവോടും വിവേകത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കണ്ണിൽ കാണുന്ന ഇമ്പകരമായിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട എന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.